ഈശ്വരൻ അനുഗ്രഹിക്കുന്നു. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ഭർത്താവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ നോക്കിയും കണ്ടും ഒക്കെ ജീവിച്ചോളൂ. മുത്തശ്ശിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്നോട് പറയണോ മോനെ? ദേവി, ബാലേട്ടൻ സ്റ്റേഷനിലേക്ക് വരണ്ട. അതെന്താ? ഒന്നുമില്ല, ബാലേട്ടൻ വരണ്ട. അതെങ്ങനെയാ? നാരായണൻകുട്ടി കൊല്ലാൻ തോന്നില്ലേ? അവിടെ വെച്ച് യാത്ര ചോദിക്കാൻ എനിക്ക് പറ്റില്ല ബാലേട്ട. ദേവിയത് ബാലേട്ടൻ വരരുത്. എന്താ ഇത്? നീ സന്തോഷിക്കല്ലേ വേണ്ടത്. നാരായണൻകുട്ടിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്. ബാലേട്ടന്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിലൊന്നും വെച്ച് നടത്തിയ പോരാ, എല്ലാവരും അറിയിക്കണം, ആർപ്പാടായിട്ട് നടത്തണം. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ നടത്താൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാധിച്ചില്ല മോളെ. എന്നോട് അതൊക്കെ പ്രത്യേകിച്ച് പറയണോ ബാലേട്ട? സമയായി, ഇറങ്ങട്ടെ. ദേവി, എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ. എനിക്കെന്തിനാ കാശ്? അല്ല, വെച്ചോളൂ. അവിടെ ചെന്നിട്ട് നിനക്കതിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇപ്പോ കൺമഷി വാങ്ങിക്കുക, ശാന്ത് വാങ്ങിക്കുക, പൗഡർ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാരായണൻകുട്ടി ബുദ്ധിമുട്ടിക്കണ്ട. വാ. ഞാനേ സ്റ്റേഷനിലേക്കില്ല നാരായണൻകുട്ടി. നീ വരണ്ട, വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. മോളെ, ഏട്ടനൊരു ജോലി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ മുത്തശ്ശി ഇത്? എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം? ശരി, പൊയ്ക്കോളൂ. ഒക്കെ ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്. അമ്മയുടെ മകൻ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് മുതല് കേസിനാവട്ടെ മറ്റു കാര്യങ്ങൾക്കാവട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഗണപതിയും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ. എവിടെ അനിതി? എവിടെ? ചായ അവളോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഓ, അത് കൊള്ളാം. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ? എല്ലാം ഞാൻ പറഞ്ഞതാ, ചിലപ്പോ ലീവ് കിട്ടി കാണില്ല. ഓ, കിട്ടിയില്ലെങ്കിൽ വേണ്ട നോക്കണം. പഠിച്ച സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് അയച്ചതാ. പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷീണിപ്പിക്കാം, അത്രയേ ഉള്ളൊരു ഗുണം. ഇനിയിപ്പോ റിസൈൻ ചെയ്തോട്ടെ. ഇവന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാശിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല. എന്താ ബാല, തന്റെ ജോലി പോയല്ലേ? ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ ഇരിക്കും. കാപ്പി കഴിക്കൂ. മുഴുവനുമുണ്ട്. കണ്ടു പറഞ്ഞവനോടെ കടം കൊള്ളാവൂ എന്ന് പറയാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതാ. എന്റെ അബദ്ധം? പാലോട് ഞാൻ കടം വാങ്ങിയില്ലേ, അത് തന്നെ അബദ്ധം. എന്റെ മകൾ എന്നോട് വഴക്കിന് വന്നു. ഞാൻ അനിതയോടൊന്നും പറഞ്ഞില്ല. വിശദീകരണം വേണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നായാലും തരാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അമ്മേ. ബാല, അനിതയ്ക്ക് ചില നല്ല ആളുകളൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഈശ്വരാനുഗ്രഹം.
ബാലൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും പോയിരുന്നാൽ ആളുകൾ അതും ഒക്കെ പറയാൻ തുടങ്ങും. അമ്മേ, സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ ബാല? ഞാൻ ഇനി ഇവിടെ വരില്ലമ്മേ. എനിക്ക് എന്റെ രൂപ കിട്ടിയില്ലേ, നിങ്ങൾ എന്റെ കടം തീർത്തില്ലേ, ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് അല്ലേ? ശരി. ബാലന് ജോലി പോയവരറിഞ്ഞു. വിഷമിക്കണ്ട, എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണത്രേ വക്കീലിന്. ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം. ബാലേട്ടൻ എപ്പോ വന്നു? പോവാണോ? സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലേട്ടനെ നോക്കി. ആ വരുന്നേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. രൂപ കിട്ടി, എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ പോന്നു. നിക്കു ബാലേട്ടാ. അല്ലേ? രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്താമ്മ ഉണ്ടായത്? ആ, നീ വരാൻ വൈകിയതിന് അച്ഛൻ വഴക്ക് പറയായിരുന്നു. ബാലേട്ടനും അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായെന്നാ ചോദിച്ചത്. ഇവിടെ എന്തുണ്ടാവും? ആ, കട വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു, അത്ര തന്നെ. ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. രാമകൃഷ്ണൻ അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഒന്ന് മിണ്ടാൻ വരും പയ്യ നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. 700 രൂപ ശമ്പളം വാങ്ങിക്കും. നിനക്ക് എന്താ ഇത്ര അഹങ്കരിക്കാൻ? എനിക്ക് ശമ്പളം ഒത്തിരി കുറവാണേലും പണക്കാരനായ അച്ഛന്റെ മോളല്ലേ ഞാനിപ്പോ. നീ അധികം സംസാരിക്കണ്ട. ചെല്ല്, രാമകൃഷ്ണൻ അമ്മയടുത്ത് ചെല്ല്. ഒരു കൃഷ്ണന്റെ അമ്മയെ എനിക്കിപ്പോ കാണണ്ട. അനിതേ, കുറച്ച് കൂടുതൽ ധിക്കാരം. പണമില്ലാതിരുന്നപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ കണ്ടാ തിരിച്ചറിയുമായിരുന്നു. ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിക്കു വെച്ചാ. ഏതാടി ഈ ബാലേട്ടൻ? നിന്റെ ആരാവൻ? ജോലിയും കൂലിയില്ലാത്ത അവനുമായിട്ട് നിനക്കെന്താടി കാര്യം? എന്നു മുതലാ ബാലേട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത്? ഒന്നും പറയണ്ട. നിന്നെ കൊണ്ട് ഇത്രയും പറയിക്കാനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ബാലഗോപാല, എന്തോ നാടാ നീ കിടന്ന് ആലോചിക്കുന്നു? ഏയ്, ഒന്നുമില്ല മുത്തശ്ശി. തറവാട് വക ഭൂമി നാഥനില്ലാണ്ടല്ലയോ കിടക്കണത്? സർപ്പശാപം കളിതമാശല്ല കുഞ്ഞേ. അവിടെ കാഞ്ഞിരത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ. കഴുത്തിലും കാതിലും നിറയെ എടുത്താ പൊങ്ങാത്തത്ര സ്വർണ്ണാഭരണങ്ങളുമായിട്ടാ നിന്റെ അമ്മ സാവിത്രി വീട്ടിൽ കയറി വന്നത്. അവിടെ മോൾ ഇന്നലെ എങ്ങനാ പടിയിറങ്ങിപ്പോയത്? ഭഗവാനെ കാത്തുരക്ഷിക്കണേ. എല്ലാം എന്റെ കുറ്റാ മുത്തശ്ശി. ഞാൻ കൊല്ലരാത്തനായിപ്പോയി, അതുകൊണ്ടാ. എന്നാണോ ബാലഗോപാല ഞാൻ പറഞ്ഞു? ദേവി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നീ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. നേരാണോടാ? മുത്തശ്ശി, ഞാൻ സ്വല്പം നേരം സ്വൈരായിട്ട് കിടന്നോട്ടെ.
ബാലേട്ടന്റെ എല്ലാ വിഷമങ്ങൾക്കും കാരണം ഞാനാണെന്നറിയാം. എന്നാര് പറഞ്ഞു? വിഷമങ്ങളൊക്കെ ഞാൻ തന്നെ ക്ഷണിച്ചു വരുത്തിയതല്ലേ, അതിൽ മറ്റാർക്കും പങ്കില്ല. അല്ല തന്നെ ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കറിയാം. അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ ഉടനെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ബാലേട്ടാ, അനിത എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അത്രമാത്രം എന്നെ വെറുത്തു ബാലേട്ടാ? അനിതയുടെ അമ്മ എന്നും വായിക്കുന്ന മൂന്നാം കിട പൈങ്കിളി കഥകളിലെ നായകനല്ല ഞാൻ. എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ. തൽക്കാലത്തെ ചുറ്റുപാടിൽ ഞാൻ അനിതയെ വെറുക്കുന്നതാണ് എനിക്ക് അനിതയ്ക്ക് നല്ലത്. അങ്ങനെ പറയരുത് ബാലേട്ടാ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. തിരിച്ചൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അവിടെ നിന്ന് മിണ്ടാതെ പോകുന്നത്. ഞാൻ അവിടെ എപ്പോഴെപ്പോഴും വന്നാൽ ആളുകൾ അതും ഇതും പറയും പോലും. KCH കാശ് തരാവുന്നവരെ ഇപ്പോഴും ആൾക്കാർക്ക് എവിടെ ആയിരുന്നു? നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ അർദ്ധരാത്രി കുട പിടിക്കുന്ന ടൈപ്പാണ്. ലളിതമായി പറഞ്ഞ അല്പൻ. ഇങ്ങനെ ചില ആൾക്കാരുമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളാം. അനിത വെക്കുള്ളൂ. ബാലേട്ടൻ എത്ര പറഞ്ഞാലും അധികമാവില്ല. അവർക്ക് വേണ്ടി ബാലേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാ കല്യാണം? വലിയ വീട്ടിലെ കല്യാണമാകുമ്പോ വിഭവസമർത്ഥമായ സദ്യ കാണുമല്ലോ. ഉണ്ണാൻ ഞാൻ വരും. ഒരു നേരത്തെ വിശപ്പ് പറയാ അത്രയല്ലോ. ഒന്ന് മതിയാക്കൂ ബാലേട്ടാ. ആര് തീരുമാനിച്ചാലും ഉറപ്പിച്ചാലും എന്റെ ഇഷ്ടം കൂടാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ ശരിക്കുള്ള ഒരു തീരുമാനം ഇതുവരായില്ലേ? ബാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടാണോ നമ്മൾ പരിചയപ്പെട്ടത്? ഞാൻ പോലും അറിയാതെ ബാലേട്ടൻ കാശ് കൊടുത്ത് സ്നേഹം വാങ്ങാൻ ശ്രമിച്ചത് എന്റെ കുറ്റമാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ്. ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ബാലേട്ടന് എന്നോട് സ്നേഹമുണ്ടോ? പറയൂ ബാലേട്ടാ. നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഒളിച്ചോട്ടമാണോ? അച്ഛനും അമ്മയും നിശ്ചയിച്ച ആളിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ സുഖം എനിക്ക് വേണ്ട. ഇപ്പൊ അതൊക്കെ തോന്നും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ അതെല്ലാം വെറും ചാബല്യമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് മടുത്തു. ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് തന്നത്. നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവന്റെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മതിയാക്കുകയാണ്. ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ. അവിടെ ഞാൻ അധ്വാനിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്നോട് അല്പം പോലും സ്നേഹമില്ലേ ബാലേട്ടന്? അനിത പോകുന്നുണ്ടോ? എനിക്ക് അല്പം സ്വൈര്യം വേണം. കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണവും കുടുംബജീവിതവും ഒന്നും. ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബാലേട്ടാ, പോവാനാ പറഞ്ഞേ. അനിതേ, വെക്കോളൂ. ഒന്നും പറയണ്ട, രാഷ്ട്രീയത്തെ പറ്റി പറയാൻ നമുക്കൊന്നും വലിയ ഒരു താല്പര്യമില്ല. നമസ്കാരം. വരട്ടെ, അതിനെ കാണാം. അല്ല, പുറപ്പെട്ടോ? എന്താ? നാളെ 10 മണിക്കാണ് മുഹൂർത്തം, മറക്കരുത്. തീർച്ചയായിട്ടും വരും. നമസ്കാരം. നമസ്കാരം.
തിരിച്ചു പോകാൻ പറയരുത്.